ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടിട്ട് കുറച്ചായല്ലോ. നിങ്ങൾക്കൊക്കെ സുഖമാണോ? ഇന്ന് നമുക്ക് രാത്രി കഴിക്കാൻ ഇഡലിയും സാമ്പാറുമാണ്. അപ്പോഴാണ് ഓർത്തത് അത് നിങ്ങളെ കൂടെ കാണിക്കാമല്ലോ എന്ന്. തലേന്ന് രാത്രി പച്ചരി, ഉഴുന്ന്, ലേശം ഉലുവ വെള്ളത്തിലിട്ട് പിറ്റേന്ന് രാവിലെ ആട്ടിയെടുത്തതാണ് മാവ് തയ്യാറാക്കുന്നത്. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു. നമ്മൾക്കത് എടുത്തത് മുതൽ കാണാം. രാവിലെ ആട്ടിയ മാവ് രാത്രി ആയപ്പോൾ പുളിച്ച് പൊങ്ങി റെഡിയായിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് നല്ലെണ്ണയും ചേർത്ത് കലക്കി ഇഡലിത്തട്ടിൽ എണ്ണ തേച്ച് അടുപ്പത്ത് വെച്ച് മാവ് കോരി ഒഴിച്ച് വേവുന്നതിനായി അടച്ചു വെക്കാം. നിങ്ങൾക്ക് ഇഡലി ഇഷ്ടമാണോ? കൊല്ലം ഭാഗത്ത് മരണാന്തര കുളിച്ചടങ്ങുകളിൽ ഇഡലിയാണ് സാധാരണയായി കൊടുക്കുന്നത്. അതിനൊരു പ്രത്യേക രുചിയാണ്. അത് നമ്മുടെ വീട്ടിൽ വെക്കുന്നതിന് ഉണ്ടാകില്ല. നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇഡലി റെഡിയായിട്ടുണ്ട്. നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഇളക്കിയെടുക്കാം. ഇഡലി റെഡി. ഇനി ഒരു സാമ്പാർ ഉണ്ടാക്കുന്നത് കൂടി കണ്ടാലോ? പച്ചക്കറികൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എടുക്കാം. കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കാം. ഇനി കുക്കറിലേക്ക് സാമ്പാർ പരിപ്പും ചേർത്ത് വൃത്തിയാക്കി വെച്ച പച്ചക്കറികളെല്ലാം കൂടെ കുക്കറിലേക്ക് മാറ്റാം. ഇതിൽ നമ്മൾ വെണ്ടയ്ക്കയും തക്കാളിയും ഇപ്പോഴും ചേർക്കുന്നില്ല. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് മിക്സാക്കാം. കുക്കർ അടച്ചു വെച്ച് 4 വിസിൽ കേൾപ്പിക്കാം. ആ ടൈമിൽ വെണ്ടയ്ക്ക, തക്കാളി അരിഞ്ഞെടുക്കാം. വിസിൽ വന്നു കഴിയുമ്പോൾ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകും ഉഴുന്നുപരിപ്പും പൊട്ടിച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് വഴറ്റി ഒരുവിധമാകുമ്പോൾ വെണ്ടയ്ക്കയും തക്കാളിയും ചേർക്കാം. അതൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം. ചെറിയ പാത്രമായി പോയി എടുത്തത്. നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടിയും ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി സാമ്പാറിലെ മെയിൻ കായപ്പൊടിയും ചേർത്ത് തിളയ്ക്കുന്നത് വരെ കാത്തിരിക്കാം. നിങ്ങൾ സാമ്പാർ പൊടി ഉപയോഗിക്കാറുണ്ടോ? ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ഇനി നമുക്ക് കുക്കർ തുറക്കാം. നല്ല അടിപൊളിയായിട്ട് പച്ചക്കറി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളച്ച അരപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. സാമ്പാർ റെഡി. ഇനി ഒരു തക്കാളി ചട്നി കൂടി ഉണ്ടാക്കാം. തക്കാളി ചട്നിക്കായി ഒരു സവാള, ഒരു തക്കാളി, കുറച്ച് വറ്റൽമുളക് റെഡിയാക്കി വെക്കാം. അടുപ്പത്ത് പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് സവാളയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. അത് 2-3 വാടി വരുമ്പോൾ നമുക്ക് തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കായപ്പൊടിയും ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ചൂടൊന്ന് മാറി തണുത്ത് കഴിയുമ്പോൾ ജാറിലേക്ക് മാറ്റി അരച്ചെടുക്കാം. തക്കാളി ചട്നിയും റെഡി ആയിട്ടുണ്ട്. ചൂട് ഇഡലിയും സാമ്പാറും ചട്നിയും കഴിച്ചിട്ട് വരാം. ബൈ ഫ്രണ്ട്സ്.